പ്രൈസ് ദ ലോർഡ്. വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഇന്ന് മുതൽ നിങ്ങളുടെ ബൈബിൾ വായന ആരംഭിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. 10 മിനിറ്റിൽ താഴെ മാത്രമുള്ള ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് 10 മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നോക്കൂ, നിങ്ങൾ ഞാനും ഒക്കെ ബൈബിൾ വായിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നോക്കൂ, ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഇന്ന് അതൊന്ന് മാറാൻ പോവുക. ബൈബിൾ വായിക്കുന്ന വ്യക്തി എന്ന ഒരവസ്ഥയിൽ നിന്ന് വചനത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറിയേ പറ്റൂ. കാരണം 91-ാം സങ്കീർത്തനം പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുക. വചനം വസിക്കാനുള്ള ഒരിടമാണ്. വചനം നിങ്ങളിൽ പലർക്കും ഇന്ന് എങ്ങനെയെങ്കിലും ഒരു അധ്യായം വായിച്ച് തീർക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ന് ഈ ആഴ്ച ഈ ഒരു ചാപ്റ്റർ തീർക്കണം. നമ്മൾ വായിച്ച് തീർക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു അധ്യായം ഒരു ദിവസം വായിച്ച് തീർക്കണ്ട. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളൊരു ചാപ്റ്റർ വായിച്ച് തീർക്കണ്ട. പകരം നിങ്ങൾ വായിക്കുന്നത് ഒരു സെന്റൻസ് ആണെങ്കിലും ആ സെന്റൻസിൽ നിങ്ങൾ വസിക്കാൻ തയ്യാറാകുക. നോക്കൂ, വചനം വസിക്കാനുള്ള ഒരിടമാണെങ്കിൽ ഓരോ വചനത്തിലും നാം വായിച്ചു വിടാതെ നാം അതിൽ ജീവിക്കുന്നവരായിരിക്കണം. വചനം ഒരു പാർപ്പിടമാണെങ്കിൽ വായിക്കുന്നവൻ അതിൽ ജീവിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ ഒരുപാട് പേർക്ക് അത് വായിക്കുമ്പോൾ വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും. വചനം ഒരു പാർപ്പിടമായി എടുത്താൽ, ഒരു വീടായി എടുത്താൽ, ആ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം വായിക്കുന്ന നിങ്ങൾ. ഹല്ലേലൂയ. വചനം വായിച്ചു വിടാനുള്ളതല്ല, വചനം കാണാതെ പഠിച്ചു വെക്കാനുള്ളതല്ല, വചനം ജീവിക്കാനുള്ള ഒന്നാണ്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൽ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം കണ്ണാടിയാണെന്ന് പറയുന്നു. എന്താണ് വചനം കണ്ണാടിയാണ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം? അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എന്റെ വീട്ടിൽ ഞാൻ ഒരുങ്ങിയതിനു ശേഷം, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ തലമുടിയൊക്കെ ഒന്ന് ചെയ്യുകയും മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരുപക്ഷെ ഞാൻ പുറത്ത് റോഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, റോഡിലാണ് നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരുപക്ഷെ എന്റെ തലമുടി ചീകിയത് ശരിയായോ, എന്റെ മുഖം മിനുക്കിയത് ശരിയായോ, വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത്, കാഴ്ചക്കാർക്ക് ബോറടിക്കാത്ത ഒരു രീതിയാണോ, ഇതൊന്നും നോക്കാൻ എനിക്ക് പുറത്ത് സാധിക്കത്തില്ല. എന്നാൽ ഞാൻ പാർപ്പിടത്തിനകത്താണെങ്കിൽ എനിക്കൊരു കുറവുണ്ടെങ്കിൽ ഉടനെ എനിക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് കഴിയും, എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, വചനം വായിച്ചു വിടുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു, വചനത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഒരു ഫോൾട്ട് വന്നാൽ, ഒരു ബലഹീനത വന്നാൽ, ഒരു തെറ്റ് വന്നാൽ, നമുക്കുടനെ കറക്റ്റ് ചെയ്യാൻ ആ വീട്ടിൽ താമസിക്കുന്ന, വചനത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അടുത്തൊരു കാര്യം എന്താണെന്നറിയാമോ? വചനം വായിച്ചാൽ ഉടൻ വെളിപ്പാട് കിട്ടണം എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. ശുശ്രൂഷകരുടെ ആഗ്രഹം, വായിക്കുന്നവരുടെ ആഗ്രഹം, പ്രാർത്ഥനാ ജീവിതമുള്ളവരുടെ ആഗ്രഹം. വായിച്ചാൽ ഉടൻ വെളിപ്പാട് കിട്ടണം. ഓരോ ലൈൻ വായിക്കും, അതിൽ നിന്ന് വെളിപ്പാട് കിട്ടണം. നോ, വായിച്ചാൽ ഉടൻ വെളിപ്പാട് കിട്ടണം, ആശയം കിട്ടണം എന്നുള്ള ആ ചിന്ത നിങ്ങൾ കളയുക. പകരം റെവലേഷൻ കംസ് ആഫ്റ്റർ റീഡിംഗ്. വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഹോളി സ്പിരിറ്റ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സമയത്തിൽ സംസാരിക്കുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, ദ സ്പിരിറ്റ് വിൽ റിമൈൻഡ് യു എന്നാണ് കിടക്കുന്നത്. ദ സ്പിരിറ്റ് വിൽ റിമൈൻഡ് യു, നിന്നെ ഓർമ്മപ്പെടുത്തും. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിന്നെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്റെ ഉള്ളിൽ, ഞാൻ ആ വചനം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു വചനം ഇങ്ങനെ അകത്ത് വരിക. ഞാൻ ഈ ഇടയ്ക്ക് ഒന്നും വായിച്ചിട്ടില്ലാത്തൊരു വചനം എന്റെ അകത്ത് ഇങ്ങനെ ഒരു 4-5 ദിവസം ഇങ്ങനെ അലയടിക്കുകയാണ്.
അല്ലെങ്കിൽ പൊങ്ങി 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 വരികയാണ്. ഞാൻ ഉറങ്ങുമ്പോഴാണെങ്കിൽ ആ വചനം എന്നെ ഇങ്ങനെ എൻ്റെ അകത്ത് ഇങ്ങനെ റീഡ് ചെയ്യുന്ന പോലെ, ഞാൻ ഉണർന്നിരിക്കുമ്പോഴാണെങ്കിൽ ആ വചനം ഇങ്ങനെ വന്നോണ്ടിരിക്കുക, യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ആ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി എന്തോ ഒരു സ്പിരിച്വൽ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പണ്ട് വളരെ ഭയങ്കര ഒരു മുൻകോപിയായിട്ടുള്ള ഒരു ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. ഇന്നും എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ ഇന്നത്തെ ദേഷ്യം ഏറ്റവും കൂടുതൽ ഞാൻ ദേഷ്യപ്പെട്ട് കാണുന്നത് അത് ആത്മീയമാകുന്ന കാര്യങ്ങൾക്കകത്തുള്ള എന്തെങ്കിലും ഒരു അലങ്കോലം കാണുമ്പോൾ ഒരു ദേഷ്യം മാത്രമേ എനിക്ക് വരാറുള്ളൂ. പിന്നെ എൻ്റെ വീടിനകത്താണെങ്കിലും കുഞ്ഞുങ്ങൾ ഒരു പരിധി വിട്ട് അവർ ഒച്ച വെക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുന്നെങ്കിൽ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ ആ നിലയിലേക്ക് മോഡിഫൈ ചെയ്യും. അപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സ്പിരിച്വൽ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു കോപം എഴുന്നേറ്റ് വരാനുള്ളൊരു സാഹചര്യം, ആ പഴയ മനുഷ്യൻ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു വൈചാരിക തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആളായതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഈ വചനം എന്നിൽ വന്നതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നോട്ട് ചെയ്തിട്ടിരുന്നു. സഡൻലി എനിക്ക് അതുപോലൊരു സിറ്റുവേഷൻ വന്നു. അന്നേരം സഡൻലി എന്നെ ഈ വേർഡിനെ ഓർമ്മപ്പെടുത്തി. കറക്റ്റ് ആ സാഹചര്യവും ദൈവം നേരത്തെ എനിക്ക് അതിന് വേണ്ടുന്ന പ്രിവെൻഷൻ എടുക്കാൻ എൻ്റെ അകത്ത്, നമ്മൾ വായിച്ചതുപോലെ സ്പിരിറ്റ് വിൽ റിമൈൻഡ് യു എന്ന് പറഞ്ഞു നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തിയ വേർഡ് എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് അതിനെ ജയിക്കാനായി സാധിച്ചു. ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിങ്ങൾ വായിച്ചിട്ട വചനം, നിങ്ങൾ മനഃപ്പാഠമാക്കിയ ചില വചനങ്ങൾ, നിങ്ങളുടെ ആത്മാവിനകത്ത് ഇങ്ങനെ ദൈവം ചില സമയം ചില വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവർ, ഇതുപോലെ ദൈവം ഇടയ്ക്കിടയ്ക്ക് ചില വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവർ, സാഹചര്യം വരുമ്പോൾ ചില പാട്ടുകൾ ദൈവം ഓർമ്മപ്പെടുത്തുന്നവർ, ചില സന്ദർഭങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ ചില വചനങ്ങളിലൂടെ ഇടപെടുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ദൈവം എന്നോടും ഇങ്ങനെ സംസാരിക്കാറുള്ളത് ഒന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അനേകർക്ക് അതൊരു ഭയങ്കര ബലമായിരിക്കും. സോ നിങ്ങൾ വചനം ഇന്ന് മുതൽ വായിച്ചു തുടങ്ങുക. വായിച്ചു ഓടിച്ചു തീർക്കണ്ട. ഒരു അധ്യായം ഇന്ന് കൊണ്ട് വായിച്ചു തീർക്കണ്ട. ഒരു പുസ്തകം, ഒരു ലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചു തീർക്കണ്ട. സുവിശേഷം വായിച്ചു തീർക്കണ്ട. നിങ്ങൾ വായിക്കുന്നത് 5 വാക്യമാണെങ്കിലും 5 വാക്യത്തിൽ ജീവിക്കുക. 5 വാക്യത്തിനകത്ത് ജീവിക്കുക. ബൈബിൾ വായിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങൾ വായിക്കണ്ട. ബൈബിളിൽ ആ പാർപ്പിടത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സക്സസ് ആയിരിക്കും. കാരണം വചനമുള്ളവനാണ് അഭിഷേകമുള്ളത്. വചനമകത്തുള്ളവനാണ് അഭിഷേകമുള്ളത്. ദൈവത്തിന്റെ അഭിഷേകം ആക്ട് ചെയ്യുന്നതും വചനത്തിലൂടെയാണ്. വചനം കൂടെ അഭിഷേകം ഒന്നുകൂടെ ഞാൻ പറയാം. കോളിംഗ് പ്ലസ് അനോയിന്റിങ് പ്ലസ് വേർഡ്, ഇത് 3ഉം കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ റിസൾട്ട് എന്ന് പറയുന്നത് സക്സസും ഡെലിവറൻസുമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരവസ്ഥയായിക്കോട്ടെ, ഏതൊരു സ്ട്രഗിൾസിനകത്തും നിങ്ങളുടെ മേലുള്ള കോളിംഗ്, തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, അതിന്റെ കൂട്ടത്തിൽ വേർഡ്, ദൈവത്തിന്റെ വചനം കൂടെ ആഡ് ചെയ്താണ്, മിക്സ് ചെയ്താണ് നിങ്ങൾ ഒരു അസ്ത്രം അങ്ങോട്ട് അയക്കുന്നെങ്കിൽ അതിനെ തകർക്കാൻ ഒരു ശത്രുവിനും പറ്റത്തില്ല. ഹല്ലേലൂയ. സോ ബൈബിൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, വചനം എന്റെ പാർപ്പിടമാണെന്ന് 91-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? 91-ാം സങ്കീർത്തനം അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നത്, മറവിൽ വസിക്കുക എന്ന് പറയുന്നത്. സോ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വചനം ബൈബിൾ വായിക്കുമ്പോൾ അതിൽ വസിക്കുന്നവരാണെങ്കിൽ, ഞാൻ വീണ്ടും പറയട്ടെ, ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, വചനം വസിക്കാനുള്ള ഇടമാണെങ്കിൽ വായിക്കുന്ന നിങ്ങൾ അതിൽ ജീവിക്കാനുള്ള വ്യക്തിയാണ്. ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ. വചനം വസിക്കാനുള്ള ഇടമാണെങ്കിൽ വായിക്കുന്ന നിങ്ങൾ അതിൽ ജീവിക്കാനുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ വചനത്തിനകത്താണ് ജീവിക്കുന്നതെങ്കിൽ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും, ഒരു വാക്കും, ഒരാരോപണവും, ഒരാത്മീയ ആക്രമണവും, ഒരു കൂടോത്രവും, ഒരു ദുഷ്പ്രവൃത്തിയും, ഒരസൂയയും നിങ്ങളെയോ ആ വചനത്തിനകത്ത് വസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെയോ തൊടത്തില്ല.
കാരണം കോളിംഗ് ഉള്ള നിങ്ങൾ വചനം വായിക്കുന്നവനല്ല, വചനത്തിൽ ജീവിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം എൻ്റെ ആഗ്രഹം, എൻ്റെ കർത്താവിനെ അറിയാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. കർത്താവ് എന്നിലൂടെ പറയുന്നത്, എൻ്റെ കർത്താവിന് പറയാനുള്ളത് ജനലക്ഷങ്ങളിലേക്ക് എത്തണമെന്നാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. നിങ്ങളുടെ ഓരോ ഷെയറിങ്ങും, നിങ്ങളുടെ ഓരോ ലൈക്കും, നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം അടുത്ത വീഡിയോ ചെയ്യാനും നിങ്ങളോട് ലോകത്തോട് ദൈവത്തെക്കുറിച്ച് പറയാൻ, സത്യം പറയാൻ അത് വലിയൊരു പ്രേരണയും പ്രചോദനവുമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാനും ചോദിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചാട്ടെ. ഒരുമിച്ച് യേശുവിനായി നമുക്ക് പ്രയോജനപ്പെടാം. ഗോഡ് ബ്ലെസ് യു.